ഇപ്പോൾ മുൻ MLA രാജു എബ്രഹാം കൂടി റാന്നിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ രാജു എബ്രഹാം, ഗുഡ് മോർണിംഗ്. ശ്രീ പഴകുളം മധു പറയുകയായിരുന്നു അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മൂഴിയാർ ഡാമിൻ്റെ ഷട്ടർ ഉയരുമ്പോൾ തീർച്ചയായിട്ടും ഈ റാന്നിയിൽ കുറച്ചുകൂടെ ജലനിരപ്പ് ഉയരും എന്നുള്ള സംശയമില്ല. മാത്രമല്ല ഇപ്പോൾ തന്നെ പമ്പയാറ്റിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അടിയന്തര സാഹചര്യം ഇപ്പോൾ എന്താണ് ശ്രീ രാജു എബ്രഹാം? നമ്മുടെ പ്രകൃതിയാണ്. പ്രകൃതിയിൽ ശക്തമായ മഴയും തീവ്ര മഴയും ഉണ്ടാകും. നമുക്ക് ആർക്കും അതിനെ തടുത്തു നിർത്താൻ ഒരിക്കലും കഴിയത്തില്ല. അത് ഓഗസ്റ്റ് മാസം, ജൂലൈ ഓഗസ്റ്റിലാണ് സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിഭാസം അനുസരിച്ച് ഇത് ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ ഇതിന് മുൻകരുതൽ എടുക്കുക എന്ന് പറയുന്നത് മുന്നറിയിപ്പുകൾ നൽകുക എന്നുള്ളതാണ് പ്രാഥമികമായ കാര്യം. അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പ് നമുക്ക് ഏത് സന്ദർഭത്തിലും നൽകുവാൻ സർക്കാരിന്റെ സംവിധാനങ്ങൾ, IMD-യുടെ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സംവിധാനങ്ങൾ, അതിനുശേഷം റവന്യൂ, പോലീസ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അത് കൃത്യമായി പ്രവചനങ്ങൾ, അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നം നമുക്കറിയാം. ഇവിടെ ഓറഞ്ച് അലേർട്ട് ആയിരുന്നു. ഓറഞ്ച് അലേർട്ട് നമ്മുടെ നാട്ടിൽ 2018 ശേഷം അലർട്ടുകളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. റെഡ് അലേർട്ട് നൽകി കഴിഞ്ഞാൽ ആരും ഉറങ്ങില്ല. റെഡ് അലേർട്ട് നൽകിയാൽ ആളുകൾ ഏത് സന്ദർഭത്തിലും അവര് സാധനങ്ങൾ എടുത്ത് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകൾ അവർ തീർച്ചയായിട്ടും നടത്തും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഏത് ജില്ല എടുത്താലും അത്തരത്തിലേക്കുള്ള ഒരു മുന്നൊരുക്കം ഒരിടത്തും കോട്ടയം ജില്ലയിൽ നടത്തിയിട്ടില്ല, ഇടുക്കി ജില്ല നടത്തിയിട്ടില്ല, പത്തനംതിട്ട നടത്തിയിട്ടില്ല, കാസർഗോഡ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ അവരെ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായില്ല. അതാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള കാലഘട്ടത്തിൽ ഒരു വാർ റൂം പോലെയുള്ള ഒരു സംവിധാനം, പ്രത്യേകിച്ചും ഡിസാസ്റ്ററിന്റെ ചുമതല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വാർ റൂം തുറന്നുകൊണ്ട് ഏതൊക്കെ സംവിധാനങ്ങൾ എവിടെയൊക്കെയാണ് വിന്യസിക്കേണ്ടത് ഇതെല്ലാം പ്ലാൻ ചെയ്യുക മാത്രമല്ല, അത് ഏത് സന്ദർഭത്തിലും എവിടെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കഴിയണം. മൂഴിയാർ ഡാമിന്റെ പ്രശ്നം മറ്റൊരു പ്രശ്നമാണ്. മൂഴിയാർ ഡാമിന്റെ പ്രശ്നം അതിതീവ്രമായിട്ടുള്ള മഴയിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നു, പമ്പാ നദി കവിഞ്ഞു. പമ്പാ നദി കവിഞ്ഞ് കഴിയുമ്പോൾ ജനങ്ങൾ അറിയുന്നില്ല, കാരണം റെഡ് അലേർട്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കവിഞ്ഞ പമ്പാ നദിയുടെ മുകളിലേക്കാണ് മൂഴിയാർ ഡാമിന്റെ വെള്ളം ഒഴുകിയെത്തിയത്. അതാണ് ഈ പമ്പാ നദിയിൽ റാന്നിയിലുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്. ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നു വിട്ടതിന്റെ അടിസ്ഥാനത്തിൽ വന്ന കാര്യമാണ്. ഒരു ഡാം തുറക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് കീഴ്വഴക്കങ്ങളുണ്ട്, നടപടികളുണ്ട്. പാതിരാത്രിയിൽ ഡാം തുറക്കുമ്പോൾ ഏത് സന്ദർഭത്തിലും ഏത് കാലഘട്ടത്തിലും അനൗൺസ്മെന്റ് റവന്യൂ വകുപ്പോ പോലീസോ നടത്താറുണ്ട്. അപ്പം ബന്ധപ്പെട്ട അധികാരികൾ അവരെ അറിയിക്കണം. അവരെ അറിയിക്കുമ്പോൾ ഈ അനൗൺസ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ ആളുകൾക്ക് തയ്യാറെടുപ്പ്, വീട്ടിലെ ഉപകരണങ്ങൾ മാറ്റാമായിരുന്നു, അവർക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകായിരുന്നു. കട്ടിലിൽ കിടന്ന് കട്ടിലിൽ വെള്ളം വന്ന് ദേഹത്ത് മുട്ടുമ്പോഴാണ് പലരും വെള്ളം പൊങ്ങിയെന്ന് അറിയുന്നത്. അവരെങ്ങനെ ഓടിപ്പോകും? അവരുടെ ഉപകരണങ്ങൾ ഒഴുകിപ്പോയി. ഞങ്ങളിത് പറയുന്നതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല, നടന്ന അല്ലെങ്കിലും ശ്രീ രാജു എബ്രഹാം, നമുക്ക് രാഷ്ട്രീയവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയം പറയാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ റാന്നിയിലും പരിസര പ്രദേശങ്ങളും ഉള്ളത്. ഞാൻ പറയാൻ താങ്കൾക്ക് അറിയാം. അതുകൊണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് താങ്കളും ഉണ്ടാവുക. അത് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റൂ. കാരണം 2018 എനിക്കറിയാം താങ്കൾ അവിടെ നന്നായി പ്രവർത്തിച്ച MLA ആണെന്ന് എനിക്കറിയാം. എന്തായാലും താങ്കളും ജനമധ്യത്തിലാണ് എന്ന് എനിക്കറിയാം. താങ്കൾ അവിടെ തന്നെ തുടരുക. അപ്പോൾ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ താങ്കളെ വീണ്ടും വിളിക്കാം. എന്തെങ്കിലും അറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകാനുണ്ടെങ്കിൽ താങ്കൾ ഞങ്ങളെ ബന്ധപ്പെടണം. കാരണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളുടെ ഓരം ചേർന്ന് നിൽക്കാനാണ് ഞങ്ങൾക്കും താല്പര്യം. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. താങ്ക് യു ശ്രീ രാജു എബ്രഹാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.